നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. കർണാടക ബിജെപിയിലെ ഉൾപോരിത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. മുതിർന്ന ബിജെപി MLA ബസനഗൌഡ പാട്ടീലിനെത്താൽ മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതാണ് ഇപ്പോൾ പ്രകോപനത്തിന് കാരണമായിരിക്കുന്നത്. യെദ്യൂരപ്പ തന്റെ മകൻ BY വിജയേന്ദ്രയെ പാർട്ടി അധ്യക്ഷനാക്കാൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ബസനഗൌഡ പാട്ടീലിനെത്താൽ ഇപ്പോൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡ് എന്തിനാണ് യെദ്യൂരപ്പയെ ഭയക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും എന്തെങ്കിലും തുറന്നു പറയാൻ തുനിഞ്ഞാൽ അവർ അച്ചടക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും ഞങ്ങൾ അടിമകളാണോ, ഞങ്ങൾക്ക് ശക്തിയില്ലേ, ഞങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും ബസനഗൌഡ പാട്ടീൽ യത്നാൾ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനില്ലെന്ന് പറഞ്ഞാണ് യെദ്യൂരപ്പ കേന്ദ്ര നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്തത് എന്ന ഗുരുതര ആരോപണമാണ് ഇദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിൽ ഉണ്ടാകില്ലെന്നും ശിവമോഗ ജില്ലയിൽ മാത്രം ഒതുങ്ങുമെന്നും പറഞ്ഞ് യെദ്യൂരപ്പ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഈ വർഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻമന്ത്രി V സോമണ്ണയെ ബലിയാടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ തോൽപ്പിക്കാൻ യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര പണം അയച്ചിരുന്നു. ഇപ്പോൾ വിജയേന്ദ്രയെ BJP സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നു. തോൽപ്പിക്കാൻ വിജയേന്ദ്ര ഫണ്ട് നൽകിയതിനെ കുറിച്ച് ബൊമ്മ തന്നെ പങ്കുവച്ചിരുന്നു. അച്ഛനും മകനും ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന്റെ സത്യം പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിക്കാരിപുരയിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് വിജയേന്ദ്രയ്ക്കെതിരെ നിർത്തിയതെന്നും യത്നാൾ പറഞ്ഞു. പാർട്ടി നേതാവ് സോമണ്ണയ്ക്കെതിരെ നീക്കങ്ങൾ നടത്താൻ യെദ്യൂരപ്പയും വിജയേന്ദ്രയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പിന്തുണച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും യെദ്യൂരപ്പയും തമ്മിൽ അന്തർധാരയുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ആരോപണങ്ങളോട് BJPയുടെ ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്ന് വിജയേന്ദ്രയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗത്തിൽ ബസനഗൌഡ പാട്ടീൽ യത്നാൾ പങ്കെടുത്തിരുന്നില്ല. നിയമസഭാ പ്രതിപക്ഷ നേതാവായി R അശോകനെ നിയമിച്ചതിലും ബസനഗൌഡ പാട്ടീൽ യത്നാൾ അടക്കമുള്ളവർക്ക് അതൃപ്തിയുണ്ട്. അതേസമയം കോൺഗ്രസിലേക്ക് പോകുമെന്ന് സൂചന നൽകിയ ST സോമശേഖർ, മുൻമന്ത്രി രമേശ് ജാർക്കിഹോളി തുടങ്ങിയ മുതിർന്ന MLA-മാരും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. വലിയ ആഭ്യന്തര ഭിന്നത കർണാടക BJPയിൽ ശക്തിപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് BJPയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന ഈ വെളിപ്പെടുത്തൽ.